ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. എല്ലാവരും സുഖമായും സേഫായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ദുഃഖ വെള്ളിയാഴ്ചയുടെ പിറ്റേന്ന് ശനിയാഴ്ച എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, ചായയൊക്കെ കുടിച്ചു. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ ഞാൻ വീട്ടിലോട്ടും കൂടെ ഒന്ന് വീഡിയോ കോൾ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എൽസയും മിക്കും ഒക്കെ വീട്ടിലുണ്ട്. എൽസയുടെ മുഖത്തെ ആ ഒരു ചോക്ലേറ്റ് കണ്ടിട്ട് മിക്കുവിന് ഒരു വിമ്മിഷ്ടം ആണ് കേട്ടോ അവന്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആളുടേത്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എൽസയ്ക്ക് മിക്കുവിനോട്. പക്ഷേ മിക്കു എൽസ അടുത്തോട്ട് വരുമ്പോൾ അവൻ്റെ വിചാരം ഇവളെ അടിക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയാണ് അവൻ എപ്പോഴും. എന്നാലും ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും. മുത്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട, ജോലിക്ക് പോകണ്ട, എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളും ഇന്ന് വൈകുന്നേരത്ത് വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്കിന്ന് വൈകുന്നേരത്ത് 5:30 മണിക്കാണ് പള്ളിയിൽ ആരാധന. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ജോലികളും പതുക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും അശ്വിനിയും കൂടെ വെങ്ങാനൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എബി വീട്ടിലുണ്ടായിരുന്നു. അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഫാൻസിയിൽ പോകണമായിരുന്നു. അശ്വിനിക്ക് കുറച്ച് ലാബിൽ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചന്തയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ മീനിനെല്ലാം. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അഥവാ വാങ്ങിയാൽ തന്നെ പിറ്റേന്നും കൂടെ ഇവിടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുട്ടയാണ് വാങ്ങിയത്. കാരണം ഇന്നൊരു നേരത്തേക്ക് മാത്രമല്ലോ മുട്ട മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ മീൻ വാങ്ങി കേട്ടോ. അവൾക്കും ലേഹ ചേച്ചിക്കും കൂടെയൊക്കെ ആയിട്ട് മീൻ വാങ്ങിച്ചിട്ടാണ് അവൾ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. വലിയ തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈസ്റ്റർ വരാൻ പോവുകയല്ലേ. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ കുറവായിരിക്കും. അതിന് മീനും കുറവാണ്. നമ്മൾ സാധാരണ മീൻ വിൽക്കാൻ ഇരിക്കുന്നവരെയൊന്നും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൻറ്റിമാർ 1-2 മാമന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൻ വിൽക്കാനായിട്ട്. പിന്നെ അല്ലാതെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും നോക്കി വില കുറഞ്ഞ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പോയപ്പോൾ ഒന്നുപോലും 200-ൻ്റെ താഴെ, അതായത് 150-ന് താഴെ പോലും ഒന്നുമില്ല. ഉണ്ടെങ്കിൽ നെത്തോലി മീൻ മാത്രം ഉണ്ട് 100 രൂപയ്ക്ക്. അതും നമ്മൾ 50 രൂപയ്ക്ക് മുമ്പ് എങ്ങനെയാണോ വാങ്ങിയത് ആ ഒരു റേറ്റിനായിരുന്നു 100 രൂപയ്ക്ക്. അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങിയില്ല. വെറുതെ നെത്തോലി മീൻ പൊതുവേ നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നേരെ വീട്ടിൽ വന്നുടൻ തന്നെ കുറച്ച് മോര് വെള്ളം തൈര് വെള്ളമായിട്ട് കലക്കി കുടിച്ചു കേട്ടോ. ഭയങ്കര ആശ്വാസം. 2 ഗ്ലാസ് വരെ ഞാൻ കുടിച്ച് നിറച്ച്. അത്രയ്ക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ മുട്ട റോസ്റ്റ് വെച്ചു. രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു. തോരൻ വെച്ചു കേട്ടോ. അത്രയും വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ കയ്യിലെ ക്യൂടെക്സ് ഒക്കെ ഒന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് നിന്നു. ഈ റിമൂവർ ഞാൻ ഒരെണ്ണം വാങ്ങിക്കാൻ നിന്ന സമയത്ത് അശ്വിന് തന്നതാണ് കേട്ടോ. റിമൂവർ വെച്ചിട്ട് ഞാൻ കയ്യിൽ ക്യൂടെക്സ് എല്ലാം ഇളക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് പിന്നീട് ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇട്ടു കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ചോറല്ല കേട്ടോ, ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ. നീർദോശയാണ് കഴിച്ചത്. എബിക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ് കഴിച്ച് ഇരുന്ന സമയത്തായിരുന്നു ചേട്ടൻ വന്നത്. എന്നുവെച്ചാൽ ലേറ്റായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നേരത്തെ വന്നു കേട്ടോ. നേരത്തെ ജോലിയെല്ലാം തീർത്തിട്ട് നേരത്തെ വന്നു. കാരണം രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു 3 മണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ 3 മണിക്ക് എനിക്ക് കമ്മറ്റിക്ക് പോകണം. കുടുംബശ്രീ എന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ അന്ന് കമ്മറ്റിയില്ല. 3 മണിക്കാണ് നമുക്ക് കമ്മറ്റി ശനിയാഴ്ച. അതിന് വേണ്ടി പോകാനായിട്ട് ഞാനും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യൂടെക്സ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് പോയത്. കാരണം ഇനി വന്നിട്ട് ഇതൊക്കെ ഇടാൻ നല്ല ലേറ്റാവും. അതുകൊണ്ട് തന്നെ ഇട്ടിട്ടാണ് പോയത്. മെഹന്തി ഇടാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ മറന്നും പോയി സംഭവം ഇടാനായിട്ട്. പിന്നെ നേരെ ഞാൻ കുടുംബശ്രീയിലോട്ട് പോയി കേട്ടോ. കുടുംബശ്രീയിൽ ഒരു 4-4:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കുടുംബശ്രീയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തും കുടുംബശ്രീയിലെ ക്യാഷും ഒക്കെ ആയിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കിയിരിപ്പിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ബാക്കി നമ്മൾ എക്സ്ട്രാ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓണത്തിന് സദ്യ, ഇപ്പോൾ ക്രിസ്മസിന് ബിരിയാണി, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ
നേരെ വീട്ടിലോട്ട് വന്നു. ഞാൻ മാത്രമല്ല എല്ലാവരും വീടുകളിലോട്ട് പോയി. വന്നപ്പോൾ തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ചേട്ടൻ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് കഴിച്ചു. അതും എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ പള്ളിയിലോട്ട് പോകാനായിട്ട് ഒരുങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ്. പുതിയതായിട്ട് ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിന് മാത്രം 223 രൂപയാണ് ഞാൻ എടുത്തപ്പോൾ, ഡബിൾ എക്സിൽ. പിന്നെ പാൻറ്റും ഷോളും ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ 3 പേര് ഇട്ട ഈ ഡ്രസ്സെല്ലാം ഓൺലൈൻ വഴി ഞങ്ങൾ പർച്ചേസ് ചെയ്തെടുത്തതായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ഡ്രസ്സ് കേട്ടോ. ഞാനും എബിയും ഒരേപോലെ. ചേട്ടന് മാത്രം എടുത്ത കളർ മാറിപ്പോയി, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ കളറാണ് അങ്ങ് ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങളിട്ട് അതേ കളർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഏത് കളറാണെന്ന്. എന്നാൽ ഞാൻ എൻ്റെ കളർ എടുത്ത് നോക്കിയതിന് ശേഷം ഇത് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ആ ഒരു ഓർമ്മയെ അപ്പോഴങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പള്ളിയിലോട്ട് പോയി. 5:30 ആയ സമയത്ത് തന്നെ അവിടെ ആരാധന തുടങ്ങി. കഴിഞ്ഞപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആരാധന കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഞാനും ചേട്ടനും ഇന്ന് ഒരിടത്താണ് ഇരുന്നത്. ഞാൻ പാട്ട് പാടാനായിട്ട് ഞാനിന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ വന്നത്, പനി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാല് വയ്യായിക ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറകിലാണ് ഇരുന്നത്. അപ്പോൾ ആരാധന എല്ലാം കഴിഞ്ഞിറങ്ങിയ ശേഷം നോമ്പ് മുറിക്കാനായിട്ട് എല്ലാവർക്കും കട്ടനും മുട്ടയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നോമ്പെടുത്തില്ല. ഇപ്പോൾ നോമ്പെടുത്താലില്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വാങ്ങിക്കഴിച്ചു. പിന്നെ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് കടയിൽ പോയി കേട്ടോ. ചിക്കൻ ഫ്രൈ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പോയി. കാണാൻ ഉച്ചയ്ക്ക് കിട്ടിയ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ചോറും കുറച്ച് വെച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്രയും ലേറ്റായില്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ചോറൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സമാധാനത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം പിന്നെ ബാക്കിയുള്ള ഉച്ചത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നല്ലോ, അതെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. കാരണം ഇന്ന് ശനിയാഴ്ച വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഞായറാഴ്ച വരത്തില്ലല്ലോ, തിങ്കളാഴ്ചയിലേ വരത്തുള്ളൂ. അപ്പോൾ അത്രയും ദിവസം വരെയൊക്കെ പാത്രങ്ങൾ നമുക്ക് അങ്ങനെ ഇട്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ വന്നു, വീടിനകവും എല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത്. 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വീട്ടിൽ 10 എന്തോ ആയെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. വളരെ സ്ലോലി ആയിട്ടാണ് പോയത്. റോഡിലൊന്നും ഒരു തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം. 10:15 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് പോയവനും റോഡിലൊക്കെ. ഇത് ബാലരാമപുരത്ത് മറ്റേ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ഒരു പമ്പിൽ കയറി പെട്രോൾ ഒഴിച്ചു. പിന്നെ എബി വീടെത്താറായി കേട്ടോ. 11:30 മണി കഴിഞ്ഞു. ആ സമയത്ത് നമ്മളെ കമ്പനി മുക്കിൽ പോയപ്പോൾ ചേട്ടനൊരു വെള്ളം വാങ്ങി കുടിച്ചതാണ് കേട്ടോ. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ജോലി കഴിഞ്ഞിട്ട് വേറെ എവിടെയും ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റാതെയായിരുന്നു പള്ളിയിൽ പോയതും. പിന്നെ അവിടെ നേരെ വീട്ടിലോട്ടൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ വാങ്ങി കുടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. മിക്കുവിനെ കണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷമെല്ലാം ഈസ്റ്ററിൻ്റേത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.